Good morning, students. Welcome to this video. Now, the subject of discussion is movement of holes in semiconductor. സെമികണ്ടക്ടറിലെ ഹോൾസിന്റെ മൂവ്മെന്റിനെ പറ്റിയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ എന്താണ് കോവാലന്റ് ബോണ്ട് എന്ന് അറിയാം. You know that in a molecule, atoms are held together by a strong bonding force. നമുക്കറിയാം ഒരു മോളിക്യൂളിലെ ആറ്റങ്ങളെല്ലാം ഒരു സ്ട്രോങ് ബോണ്ടിങ് ഫോഴ്സ് കൊണ്ട് ഒരുമിച്ച് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു മോളിക്യൂളിലെ ആറ്റംസ് എല്ലാം ഒരു സ്ട്രോങ് ബോണ്ടിങ് ഫോഴ്സ് മൂലം ഒരുമിച്ച് ചേർക്കപ്പെട്ടിരിക്കുകയാണ്, ഒരുമിച്ച് ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ആറ്റംസ് ആർ ഹെൽഡ് ടുഗദർ ബൈ എ സ്ട്രോങ് ബോണ്ടിങ് ഫോഴ്സ് ഇൻ എ മോളിക്യൂൾസ്. ഒരു മോളിക്യൂളിലെ ആറ്റംസ് എല്ലാം ഒരു സ്ട്രോങ് ബോണ്ടിങ് ഫോഴ്സ് മൂലം ഒരുമിച്ച് ചേർക്കപ്പെട്ടിരിക്കുകയാണ്, അടുത്തടുത്ത് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, ക്ലോസ് ആയിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റത്തിനൊരു ടെൻഡൻസി ഉണ്ട്. ആറ്റത്തിന്റെ ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് 8 ഇലക്ട്രോൺസ് ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ ഈ ആറ്റത്തിനെല്ലാം ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിനെ ഫിൽ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി സാധാരണഗതിയിൽ ആറ്റത്തിനുണ്ട്. അതായത് 8 ഇലക്ട്രോൺസ് ഉപയോഗിച്ച് ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് ഫിൽ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഓക്കെ, പക്ഷേ പലപ്പോഴും ഈ ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് ഇൻകംപ്ലീറ്റ് ആയിരിക്കും, അതിനകത്ത് 8 ഇലക്ട്രോൺ കാണത്തില്ല. ഉദാഹരണത്തിന് ജർമേനിയം. ഓക്കെ, ജർമേനിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ 4 ഇലക്ട്രോണേ ഉള്ളൂ, ഓൺലി 4 ഇലക്ട്രോൺ. ഓക്കെ, അപ്പോൾ ജർമേനിയത്തിന്റെ കേസിൽ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ 4 ഇലക്ട്രോണേ ഉള്ളൂ. പക്ഷെ ആറ്റത്തിന്റെ ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് 8 ഇലക്ട്രോൺസ് അക്വയർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളതാണ് ആറ്റത്തിന്റെ ടെൻഡൻസി. പക്ഷെ ജർമേനിയത്തിന് 4 എണ്ണേ ഉള്ളൂ, ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ 4 ഇലക്ട്രോണേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? വാട്ട് വിൽ ഡു? അപ്പോൾ 8 ഇലക്ട്രോൺ കൊണ്ട് ഫില്ല് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല. കാരണം ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് പലപ്പോഴും ഇൻകംപ്ലീറ്റ് ആയിരിക്കും, ഇവിടെ 4 5 ഒക്കെ കാണത്തുള്ളൂ. അപ്പോൾ അതിനൊരു പോംവഴി എന്ന് പറഞ്ഞാൽ ടു അക്വയർ ഓർ ഷെയർ വാലൻസ് ഇലക്ട്രോൺ ഫ്രം അതർ ആറ്റം. അപ്പോൾ ആറ്റത്തിന്റെ മുന്നിലുള്ള പോംവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺസിനെ, വാലൻസ് ഇലക്ട്രോണിനെ ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക്, ഈ ജർമേനിയ ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ 4 ഇലക്ട്രോണാണ് ഉള്ളത്. അപ്പോൾ ആറ്റത്തിന്റെ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ 8 ഇലക്ട്രോൺ കൊണ്ട് ആ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ഔട്ടർ മോസ്റ്റിൽ 4 ഇലക്ട്രോണേ ഉള്ളു, ബാക്കി 4 ഇലക്ട്രോൺ എന്ത് ചെയ്യും? ബാക്കി 4 ഇലക്ട്രോൺ കിട്ടാൻ വേണ്ടി മറ്റുള്ള ജർമേനിയം ആറ്റവുമായിട്ട് വാലൻസ് ഇലക്ട്രോണിനെ എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. ബാക്കിയുള്ള ജർമേനിയ ആറ്റത്തിൽ നിന്ന് 4 ഇലക്ട്രോണിനെ എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. ഇവിടെ തൊട്ടടുത്ത് 4 ജർമേനിയ ആറ്റം ഉണ്ട്. ഓക്കെ, അവയുമായിട്ട് ബാക്കി ബാലൻസ് വരുന്ന ഇലക്ട്രോണിനെ, അതായത് 8 കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇനി 4 വാലൻസ് ഇലക്ട്രോണിന്റെ ആവശ്യതയുണ്ട്. സാധാരണഗതിയിൽ ജർമേനിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ 4 ഇലക്ട്രോൺ ആണുള്ളത്. ആറ്റത്തിന്റെ ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ഇലക്ട്രോൺ കൊണ്ട്, 8 വാലൻസ് ഇലക്ട്രോൺ കൊണ്ട് ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് കംപ്ലീറ്റ് ചെയ്യണം. പക്ഷെ നിർഭാഗ്യവശാൽ ജർമേനിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ 4 ആണുള്ളത്. ഇനി 4 കൂടെ വേണം. 4 കൂടെ കിട്ടാനുള്ള വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുമുള്ള ജർമേനിയ ആറ്റവുമായിട്ട് ഷെയർ ചെയ്യും. ഓക്കെ, ജർമേനിയ ആറ്റവുമായിട്ട് വാലൻസ് ഇലക്ട്രോൺ ഷെയർ ചെയ്യും. അങ്ങനെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ 8 ഇലക്ട്രോൺ ഫില്ല് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നോക്ക്, ബാക്കിയുള്ള 4 ജർമേനിയം ആറ്റവുമായിട്ട് വാലൻസ് ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുമ്പോൾ ഈ ജർമേനിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 2 3 4 5 6 7 8. ഓക്കെ, അങ്ങനെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ 8 ഇലക്ട്രോൺ വാലൻസ് ഇലക്ട്രോണിനെ തയ്ക്കാൻ വേണ്ടി സാധാരണഗതിയിൽ ആറ്റം എന്തോ ചെയ്യും?
വാലൻസ് ഇലക്ട്രോണിനെ ഒന്നുകിൽ ഷെയർ ചെയ്യും, അല്ലെങ്കിൽ അക്വയർ ചെയ്യും, അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യും. ഒരാറ്റത്തിൽ നിന്ന് കടം മേടിക്കും, അല്ലെങ്കിൽ വേറൊരു ആറ്റത്തിന് കടം കൊടുക്കും, അല്ലെങ്കിൽ വേറൊരു ആറ്റവുമായിട്ട് എന്തോ ചെയ്യും, ഷെയർ ചെയ്യും. ഇങ്ങനെ ഈ വാലൻസ് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തോ, അക്വയർ ചെയ്തോ, ഷെയർ ചെയ്തോ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ 8 ഇലക്ട്രോൺ തികയ്ക്കും. അങ്ങനെ ചുറ്റുമുള്ള ആറ്റവുമായിട്ട് ഒരു സ്ട്രോങ് ബോണ്ടിങ് ഫോഴ്സ് ഉണ്ടാവും. ഇങ്ങനെ ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുമ്പോൾ, മറ്റുള്ള ആറ്റവുമായിട്ട് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുമ്പോൾ ഒരു സ്ട്രോങ് ബോണ്ടിങ് ഫോഴ്സ് ഈ ആറ്റങ്ങൾക്കിടയിൽ ഉണ്ടാവും. ഇത്തരം ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് കോവാലന്റ് ബോണ്ട്. ദിസ് ടൈപ്പ് ഓഫ് ബോണ്ട് ഈസ് നോൺ ആസ് കോവാലന്റ് ബോണ്ട്. ഇപ്പോൾ ഇലക്ട്രോൺസിനെ, വാലൻസ് ഇലക്ട്രോണിനെ മറ്റുള്ള ആറ്റവുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ there is a strong bonding force between adjacent atoms. Okay, this bond is known as covalent bond. ഇതാണ് കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. Now back to movement of holes in semiconductor. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഞാൻ ഇപ്പോൾ എന്താണ് കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞു, ഇനി നമുക്ക് അറിയേണ്ടത് മൂവ്മെന്റ് ഓഫ് ഹോൾസ് ഇൻ സെമികണ്ടക്ടർ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ പറ്റി പറഞ്ഞു, if an electron in valence band gets sufficient energy, it can jump across forbidden energy gap and enter conduction band. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാലൻസ് ബാൻഡിലുള്ള ഒരു ഇലക്ട്രോണിന് സഫീഷ്യന്റ് എനർജി കിട്ടിക്കഴിഞ്ഞാൽ അത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ജമ്പ് ചെയ്യും. ഓക്കെ, ഇതാണ് വാലൻസ് ബാൻഡ്. വാലൻസ് ബാൻഡ്, ഈ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോണിന് സഫീഷ്യന്റ് എനർജി കിട്ടിക്കഴിഞ്ഞാൽ ദിസ് ഇലക്ട്രോൺ വിൽ ജമ്പ് ഇൻ ടു കണ്ടക്ഷൻ ബാൻഡ്. കണ്ടക്ഷൻ ബാൻഡ്. ഇനി എന്തുമാത്രം എനർജിയാണ് ഈ വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലേക്ക് ജമ്പ് ചെയ്യണമെങ്കിൽ വേണ്ടത്? ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. ഫോർബിഡൻ എനർജി ഗ്യാപ്പിന് തുല്യമായ എനർജിയാണ് വാലൻസ് ബാൻഡിലുള്ള ഒരു ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലേക്ക് ജമ്പ് ചെയ്യണമെങ്കിൽ വേണ്ടത്. കാരണം ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഡിഫറൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. അത്ര എനർജി വാലൻസ് ബാൻഡിലുള്ള ഒരു ഇലക്ട്രോണിന് കൊടുത്തു കഴിഞ്ഞാൽ അത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ജമ്പ് ചെയ്യും. എന്നിട്ട് അത് ഫ്രീ ഇലക്ട്രോണായി മാറും. അതുമൂലം കണ്ടക്ഷൻ നടക്കും, കറണ്ട് ഫ്ലോ ഉണ്ടാവും. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോണിന് എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ജമ്പ് ഇൻ ടു കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വിൽ ബിക്കം ഫ്രീ ഇലക്ട്രോൺ. വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺ എനർജി സ്വീകരിച്ചാൽ ഇറ്റ് വിൽ ജമ്പ് ഇൻ ടു കണ്ടക്ഷൻ ബാൻഡ്. കണ്ടക്ഷൻ ബാൻഡിലേക്ക് ജമ്പ് ചെയ്യും, ഫ്രീ ഇലക്ട്രോണായി മാറും, ചാർജ് കാരിയർ ആയിട്ട് മാറും. അവിടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു. വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ അവിടെ ഒരു വേക്കൻസി ഉണ്ടാവും. ഇലക്ട്രോണിന്റെ ഒരു വേക്കൻസി ഉണ്ടാവും. ഇലക്ട്രോണിന്റെ ഒരു വേക്കൻസി ഉണ്ടാവും. ആ വേക്കൻസിയെ വിളിക്കുന്ന പേരാണ് ഹോള്. കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. വാലൻസ് ബാൻഡിൽ നിന്ന് ഒരു ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലേക്ക് ജമ്പ് ചെയ്താൽ അവിടെ ഒരു വേക്കൻസി ഉണ്ടാവും. ഇലക്ട്രോണിന്റെ വേക്കൻസിയെ വിളിക്കുന്ന പേരാണ് ഹോൾ. വേക്കൻസി ഓഫ് ഇലക്ട്രോൺ ഈസ് നോൺ ആസ് ഹോൾ. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് കാരിയർ ആണെങ്കിൽ ഹോൾ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് കാരിയർ ആണ്. ഓക്കെ, ഇനി നോക്കൂ. ഇവിടെ കാണിച്ചിരിക്കുന്നത് കോവാലന്റ് ബോണ്ട്സ് ആണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞു. ഒരാറ്റം എപ്പോഴും ആറ്റത്തിന്റെ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ 8 ഇലക്ട്രോണിനെ കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ 8 ഇലക്ട്രോൺ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ആറ്റം ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത ആറ്റവുമായിട്ട് വാലൻസ് ഇലക്ട്രോണിനെ ഷെയർ ചെയ്യും. വാലൻസ് ഇലക്ട്രോണിനെ എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. ഇനി നോക്ക്, ഇവിടെ
ഒരു വാലൻസ് ഇലക്ട്രോൺ എനർജി സ്വീകരിച്ച് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ ഇവിടെ ഇലക്ട്രോണിന്റെ ഒരു വേക്കൻസി വരും. ദാറ്റ് വേക്കൻസി ഈസ് നോൺ ആസ് ഹോൾ. അതാണ് ഈ എ എന്ന ഭാഗത്തെ, എ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇൻഡിക്കേഷൻ ആണ്. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഇൻഡിക്കേഷൻ ആണ്. ഈ എ എന്ന കോവാലന്റ് ബോണ്ടിലുള്ള ഒരു ഇലക്ട്രോൺ എനർജി സ്വീകരിച്ച് ആ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്തു. ഇലക്ട്രോൺ എ എന്ന കോവാലന്റ് ബോണ്ടിൽ ഇരുന്ന ഇലക്ട്രോൺ എനർജി സ്വീകരിച്ച് ആ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ ഇവിടെ ഈ എ എന്ന ഭാഗത്ത് ഇലക്ട്രോണിന്റെ ഒരു വേക്കൻസി ഉണ്ടായി. ദാറ്റ് വേക്കൻസി ഈസ് നോൺ ആസ് ഹോൾ. സപ്പോസ് എ കോവാലന്റ് ബോണ്ട് എ ബ്രേക്സ് due to external energy received by atom and an electron is released. കാരണം എ എന്ന ഭാഗത്തെ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഒരു ഇലക്ട്രോൺ റിലീസായി കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ എ എന്ന ഭാഗത്തെ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? എനർജി വേണം. എനർജി സ്വീകരിച്ച് കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് ആ ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ ഭാഗത്ത് ഇലക്ട്രോണിന്റെ ഒരു വേക്കൻസി ഉണ്ടായി. ദാറ്റ് വേക്കൻസി ഈസ് നോൺ ആസ് ഹോൾ. ഇലക്ട്രോണിന്റെ വേക്കൻസി വിളിക്കുന്ന പേരാണ് ഹോൾ. ഓക്കെ, അപ്പോൾ ഈ ഹോൾ അവശേഷിക്കുന്നത് വാലൻസ് ബാൻഡിലാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഹോൾ അവശേഷിക്കുന്നത്, ഇവിടെ ഇലക്ട്രോണിന്റെ ഒരു വേക്കൻസി ഉണ്ടായി, അതിനെ ഹോൾ എന്ന് വിളിക്കും. ആ ഹോൾ അവശേഷിക്കുന്നത് വാലൻസ് ബാൻഡിലാണ്. ഫ്രീ ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലും ഹോൾസ് വാലൻസ് ബാൻഡിലും ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഹോൾ ഉള്ളത് വാലൻസ് ബാൻഡിലാണ്. ഓക്കെ, ഇനി അടുത്ത ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, വീണ്ടും ഫേവറബിൾ കണ്ടീഷൻ വന്നാൽ, വീണ്ടും എനർജി കിട്ടിക്കഴിഞ്ഞാൽ, കണ്ടേ, ഈ ബി എന്ന കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഈ ഇലക്ട്രോൺ ഈ എ എന്ന ഹോളിലേക്ക് വരും. എന്നിട്ട് അവിടെ ഒക്യുപ്പൈ ചെയ്യും. ഇവിടെ ആക്ച്വലി ആദ്യത്തെ ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്തപ്പോൾ അവിടെ ഒരു ഇലക്ട്രോണിന്റെ വേക്കൻസി ഉണ്ടായിരുന്നു. ആ ഇലക്ട്രോണിന്റെ വേക്കൻസി കണ്ട് എ എന്ന ഭാഗത്ത് ഇലക്ട്രോണിന്റെ ഒരു വേക്കൻസി കണ്ട്, ആ വേക്കൻസി വിളിക്കുന്ന പേര് ഹോൾ എന്നാണ്. ആ ഹോൾ കണ്ട് ബി എന്ന കോവാലന്റ് ബോണ്ടിൽ ഇരിക്കുന്ന ഇലക്ട്രോൺ എനർജി സ്വീകരിച്ച് ആ എ എന്ന ഹോൾ വന്ന് ഫില്ല് ചെയ്യും. അപ്പോൾ ബി ഇരുന്ന ഇലക്ട്രോൺ ഇയിലേക്ക് മൂവ് ചെയ്ത് ആ ഹോൾ ഫില്ല് ചെയ്തു. അപ്പോൾ ബിയുടെ സ്ഥാനത്ത് എന്തുണ്ടാവും? ഒരു ഹോൾ ഉണ്ടാവും. കാരണം അവിടെ ഇരുന്ന ഇലക്ട്രോൺ ആണ് എയിൽ പോയി ആ ഹോൾ ഫില്ല് ചെയ്തത്. അപ്പോൾ ബിയുടെ സ്ഥാനത്ത് ഒരു ഹോൾ ഉണ്ടാവും. ബിയുടെ സ്ഥാനത്ത് ഒരു ഇലക്ട്രോണിന്റെ വേക്കൻസി വന്നു. കാരണം ഇവിടെ ഇരുന്ന ഒരു ഇലക്ട്രോൺ ആണ് എയുടെ സ്ഥാനത്തുള്ള ഹോളിൽ പോയി ആ ഹോൾ ഫില്ല് ചെയ്തത്. അപ്പോൾ ബിയിൽ നിന്ന് ഒരു ഇലക്ട്രോൺ എയിലേക്ക് മൂവ് ചെയ്ത് ആ ഹോൾ ഫില്ല് ചെയ്താൽ ബിയുടെ സ്ഥാനത്ത് ഒരു ഇലക്ട്രോണിന്റെ വേക്കൻസി വരും. ആ വേക്കൻസി വിളിക്കുന്ന പേരാണ് ഹോൾ. ബിയുടെ സ്ഥാനത്ത് ഹോൾ ആയി. നേരത്തെ എയുടെ സ്ഥാനത്തായിരുന്നു ഹോള്, ഇപ്പോൾ ബിയുടെ സ്ഥാനത്ത് ഹോൾ വന്നു. ഇനി സി എന്ന കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഒരു ഇലക്ട്രോൺ ബി എന്ന ഹോളിലേക്ക് മൂവ് ചെയ്ത് അത് ഒക്യുപ്പൈ ചെയ്യുന്നു. അപ്പോൾ ബി എന്ന ഹോള് ഒക്യുപ്പൈ ചെയ്യുന്നു. എവിടുന്നാണ് വന്നത്? സി എന്ന കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഒരു ഇലക്ട്രോൺ ബി എന്ന ഹോളിൽ വന്ന് ഒക്യുപ്പൈ ചെയ്തു. സി എന്ന കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഒരു ഇലക്ട്രോൺ ബി എന്ന ഹോളിൽ വന്ന് ഒക്യുപ്പൈ ചെയ്തു. അപ്പോൾ സിയുടെ സ്ഥാനത്ത് ഒരു ഹോളായി മാറും. ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്യും. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ പറയാം. ആദ്യമേ എ എന്ന കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഒരു ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രോണിന്റെ വേക്കൻസി വന്നു. അതിനെ ഹോൾ എന്ന് പറയും.
ആ ഇലക്ട്രോണിന്റെ വേക്കൻസിയുടെ സ്ഥാനത്ത്, അതായത് ആ ഹോളിന്റെ സ്ഥാനത്തേക്ക് ബി എന്നൊരു കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഒരു ഇലക്ട്രോൺ എന്തോ ചെയ്യും, എ എന്ന ഹോളിൽ വന്ന് ഒക്യുപ്പൈ ചെയ്യും. അപ്പോൾ ബിയുടെ സ്ഥാനത്ത് ഒരു ഹോൾ ഉണ്ടായി, ഒരു ഇലക്ട്രോണിന്റെ വേക്കൻസി ഉണ്ടായി. കാരണം അവിടുന്ന് ഒരു ഇലക്ട്രോൺ ആണ് പോയി എ എന്ന ഹോളിൽ ഫില്ല് ചെയ്തു. അപ്പോൾ ബിയുടെ സ്ഥാനത്ത് ഒരു ഹോൾ ഉണ്ടായി. അപ്പോൾ ബിയുടെ സ്ഥാനത്ത് ഒരു ഇലക്ട്രോണിന്റെ വേക്കൻസി ഉണ്ടായി. ആ വേക്കൻസിയിലേക്ക് സി എന്നൊരു കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഒരു ഇലക്ട്രോൺ വന്ന് ഫില്ല് ചെയ്യും, ആ ഹോൾ ഫില്ല് ചെയ്യും. അപ്പോൾ ഹോൾ എവിടെ ആയി? സിയിലായി ഹോൾ. ആദ്യം ഹോൾ എയിലായിരുന്നു, പിന്നെ അത് ബിയിലേക്ക് ഹോൾ വന്നു, പിന്നെ അത് സിയിലേക്ക് ഹോൾ വന്നു. അപ്പോൾ നമുക്ക് പറയാം എയിൽ നിന്ന് സിയിലേക്ക് ഹോളിന്റെ ഒരു മൂവ്മെന്റ് ഉണ്ടായി. എയിൽ നിന്ന് സിയിലേക്ക്, ആദ്യം എയിൽ നിന്ന് ബിയിലേക്ക് വന്നു, ബിയിൽ നിന്ന് സിയിലേക്ക് വന്നു, അങ്ങനെ എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് സിയിലേക്കും ഹോളിന്റെ ഒരു മൂവ്മെന്റ് ഉണ്ടായി. അപ്പോൾ നമുക്ക് പറയാം there is a movement of hole from A to C. അപ്പോൾ ആദ്യമേ ഹോൾ ഉണ്ടായ എയിലാണ്, അവിടുന്ന് അത് ബിയിലേക്ക് മൂവ് ചെയ്തു, ബിയിൽ നിന്ന് ഹോള് സിയിലേക്ക് മൂവ് ചെയ്തു. സോ വി ക്യാൻ സേ ദാറ്റ് there is a movement of hole from A to C. പക്ഷെ അവിടെ ആക്ച്വലി ഹോളിന്റെ മൂവ്മെന്റ് അല്ല ഉള്ളത്. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് ആണ്, ഹോളിന്റെ മൂവ്മെന്റ് അല്ല. നമ്മൾ സൗകര്യത്തിന് വേണ്ടി മാത്രം പറയുന്നതാണ് എയിൽ നിന്ന് സിയിലേക്ക് ഹോളിന്റെ മൂവ്മെന്റ് ഉണ്ടായെന്ന്. ആക്ച്വലി അത് ഹോളിന്റെ മൂവ്മെന്റ് അല്ല. ആക്ച്വലി ദ ആക്ച്വൽ മൂവ്മെന്റ് ഈസ് ബൈ ഇലക്ട്രോൺസ്. ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് ആണ് അവിടെ സംഭവിച്ചത്. പക്ഷെ നമ്മളത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ പറയും there is a movement of hole from A to C. എയിൽ നിന്ന് സിയിലേക്ക് ഒരു ഹോളിന്റെ മൂവ്മെന്റ് ഉണ്ടായെന്ന് നമ്മളത് പറയും. ആക്ച്വലി അവിടെ സംഭവിച്ചത് ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ആണ്. പക്ഷെ നമ്മള് സൗകര്യത്തിന് വേണ്ടി പറയുന്നത് എയിൽ നിന്ന് സിയിലേക്ക് ഒരു ഹോളിന്റെ മൂവ്മെന്റ് ഉണ്ടായി. ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാണ്. എ എന്നൊരു കോവാലന്റ് ബോണ്ട് ഒരു ഇലക്ട്രോൺ ബ്രേക്ക് ചെയ്യുന്നു. എപ്പോൾ? മതിയായ എനർജി കിട്ടുമ്പോൾ എ എന്ന കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഒരു ഇലക്ട്രോൺ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഇലക്ട്രോണിന്റെ ഒരു വേക്കൻസി ഉണ്ടായി എയിൽ. അപ്പോൾ അവിടെ എയിൽ ഒരു ഹോൾ ഉണ്ടായി. അനുകൂല സാഹചര്യം വന്നാൽ, അതായത് എനർജി കിട്ടിയാൽ ബി എന്ന കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് അടുത്ത ഇലക്ട്രോൺ എ എന്ന ഹോളിലേക്ക് പോയി അവിടെ ഒക്യുപ്പൈ ചെയ്യും. ആ ഇലക്ട്രോണിന്റെ വേക്കൻസി ഫില്ല് ചെയ്യും. അപ്പോൾ ഹോൾ ബിയിലേക്ക് മാറും. ബിയുടെ സ്ഥാനത്ത് ഹോളായി. ഇനി ബിയുടെ സ്ഥാനത്ത് ഒരു ഹോൾ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ വേക്കൻസി കണ്ടു കഴിഞ്ഞാൽ, സി എന്ന കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഒരു ഇലക്ട്രോൺ ആ ബിയുടെ സ്ഥാനത്തേക്ക് മൂവ് ചെയ്യും. കാരണം അവിടെ ഒരു ഹോൾ ഉണ്ട്, ഇലക്ട്രോണിന്റെ വേക്കൻസി ഉണ്ട്, അത് ഫില്ല് ചെയ്യണം. അപ്പോൾ സി എന്ന കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഒരു ഇലക്ട്രോൺ ബിയുടെ സ്ഥാനത്തേക്ക് പോയി അവിടെ ഒക്യുപ്പൈ ചെയ്യും. ആ ഹോൾ ഫില്ലായി. അപ്പോൾ സിയുടെ സ്ഥാനത്ത് ഒരു ഹോള് ഉണ്ടായി. അപ്പോൾ നമുക്ക് പറയാം ആദ്യം ഹോൾ എയിലായിരുന്നു, പിന്നെ അത് ബിയിലേക്ക് വന്നു ഹോള്, പിന്നെ അവസാനം സിയിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് പറയാം there is a movement of hole from A to C. പക്ഷെ അവിടെ ആക്ച്വലി എയിൽ നിന്ന് സിയിലേക്ക് ഹോളിന്റെ മൂവ്മെന്റ് നടന്നു എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ നടന്നത് ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ആണ്. നമ്മൾ സൗകര്യത്തിന് വേണ്ടി നമുക്ക് പറയാം there is a movement of hole from A to C. Okay.